ഹായ്, ഓണക്കാലത്ത് നമ്മൾക്ക് മുന്നിലേക്ക് എത്തിയ ബത്ലഹേം കുടുംബ യൂണിറ്റ്, അതായത് നിവിൻ പോളി നായകനായി അഭിനയിച്ച ബത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിൽ വലിയ തരംഗമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും റെക്കോർഡിന് മേലെ റെക്കോർഡിട്ട് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വമ്പൻ കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച സിനിമ 16 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയെടുത്തത് എങ്കിൽ ബാക്കിയുള്ള 2 ദിവസവും 20 കോടിക്ക് മുകളിലാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത്. 2 ദിവസം കൊണ്ട് 37 കോടി 25 ലക്ഷം നേടിയെടുത്ത സിനിമ ഇന്നലെ മാത്രം 23 കോടി 80 ലക്ഷമാണ് നേടിയെടുത്തത്. ഈ 3 ദിവസം കൊണ്ട് 61 കോടി 5 ലക്ഷമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നത്. തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇപ്പോഴും, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ബുക്ക് മൈ ഷോയിൽ 18,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ഗംഭീര കളക്ഷൻ സിനിമ നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ആഴ്ച മൊത്തം സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ നേടാനുള്ള സമയമുണ്ട്. എല്ലാവർക്കും അവധിയാണ്. ഫാമിലിയോടുകൂടി എല്ലാവരും തിയേറ്ററിലേക്ക് പോവാൻ ഒരുങ്ങുന്ന സമയവുമാണ്. ആദ്യ 3 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് ഇപ്പോ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നു നിൽക്കുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതെ, മോഹൻലാലിന്റെ എമ്പുരാൻ. ഈ സിനിമ 150 കോടിക്ക് മുകളിൽ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്ത സിനിമയാണ്. 2ാം സ്ഥാനത്ത് മോഹൻലാലിന് തന്നെ ദൃശ്യം 3 ആണ്. ആ സിനിമയും 100 കോടിക്ക് മുകളിൽ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്തു. പിന്നെയും മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് തുടരും എന്ന സിനിമ. 69 കോടിയോളമാണ് തുടരും 3 ദിവസം കൊണ്ട് നേടിയെടുത്തത്. പിന്നീട് ആടുത്രയാണ് ഏകദേശം 63 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബത്ലഹേം കുടുംബ യൂണിറ്റ് 61 കോടി 5 ലക്ഷം രൂപ. തീർച്ചയായും സിനിമ വലിയൊരു വിജയത്തിലേക്കാണ് പോകുന്നത്. നിവിൻ പോളി എന്ന താരത്തിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ എന്ന് കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും സിനിമ 200 കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടും എന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിരിക്കുന്നു. കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയിൽ വന്ന് നിൽക്കും എന്നറിയാനായിട്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.